സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഏറ്റവും പുതിയ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ട്രെയിലറിലെ ഒരുപാട് മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഈസ്റ്റർ എഗ്സും നമുക്ക് ഈ വീഡിയോയിലൂടെ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, സ്പൈഡർമാൻ നോവേ ഹോമിന് 4 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്തതോടെ പീറ്റർ പാർക്കർ എന്ന വ്യക്തിയെ ലോകത്തുള്ള ആർക്കും തന്നെ അറിയത്തില്ല. തന്നെ ആർക്കും അറിയത്തില്ലെങ്കിലും താൻ ഇഷ്ടപ്പെടുന്നവരുടെ സന്തോഷങ്ങളും വിജയങ്ങളും ഒക്കെ അവരറിയാതെ ആഘോഷിക്കുന്ന പീറ്റർ പാർക്കർ ഒരു മിസ്റ്റിക്കൽ റെഡ് ക്ലാഡ് നീഞ്ച ഓർഗനൈസേഷനായ ദ ഹാൻഡ് എന്ന ഓർഗനൈസേഷനും മാക് ഗാർഗൻ അഥവാ സ്കോർപിയനും ബ്രൂസ് ബാനർ അഥവാ ഹൾക്കും ഫ്രാങ്ക് കാസിൽ അഥവാ ദ പണിഷറും എന്നിങ്ങനെ നിരവധി പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഏറ്റവും പുതിയ ട്രെയിലറിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഏറ്റവും പുതിയ ട്രെയിലറിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഡീറ്റെയിൽസും ഈസ്റ്റർ എഗ്സിനെ പറ്റിയും ഒക്കെയാണ്. സോ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ട്രെയിലറിന്റെ ആദ്യ ഷോട്ടിൽ തന്നെ സ്കോർപിയൻ ഒരു സ്വാട്ട് പോലീസ് ഓഫീസറിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് തന്നെ സ്പൈഡർമാന്റെ വോയിസും കേൾക്കാം. അതിനോടൊപ്പം തന്നെ സ്പൈഡർമാന് എന്തൊക്കെയോ സംഭവിക്കുന്നതായിട്ടും നമുക്ക് കാണാം. എവിടെ നിന്നോ ദൂരേക്ക് തെറിച്ചു വീണ സ്പൈഡർമാൻ ആദ്യം തന്നെ പറയുന്നത് എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ്. നമുക്കറിയാം, പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ പുതിയൊരു ലൈഫ് സൈക്കിളിലൂടെ കടന്നു പോവുകയാണ്. അതെ, അവൻ വലിയൊരു മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ്. അവൻ വലിയൊരു DNA മ്യൂട്ടേഷനിലൂടെ കടന്നു പോവുകയാണ്. പീറ്റർ പാർക്കറിന് തന്റെ ബോഡിയിൽ സംഭവിക്കുന്ന മാറ്റത്തെ പറ്റിയൊക്കെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ആദ്യത്തെ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആ കാര്യങ്ങളൊക്കെ ഇതുവരെ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ആദ്യത്തെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. സ്പൈഡർമാനെ തന്റെ മൂർച്ചയുള്ള വാലുകൊണ്ട് ആക്രമിച്ച സ്കോർപിയൻ സ്പൈഡർമാനോട് ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ സ്പൈഡർമാൻ കാരണം ജയിലിൽ അകപ്പെട്ടതാണ് മാക് ഗാർഗൻ. ആ കാലം മുതൽക്കേ തന്നെ സ്പൈഡർമാനെ വകവരുത്തണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ മാക് ഗാർഗൻ ഉണ്ടായിരുന്നുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം സ്പൈഡർമാനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് കൊണ്ടാകാം സ്കോർപിയൻ ഇങ്ങനെ പറഞ്ഞത്. സ്കോർപിയൻ എങ്ങനെയാകാം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കോർപിയൻ സ്യൂട്ട് നിർമ്മിച്ചത്? ആ സ്യൂട്ട് മാക് ഗാർഗൻ തന്നെ നിർമ്മിച്ചതായിരിക്കുമോ, അതോ മറ്റാരെങ്കിലും സ്പൈഡർമാനെ വകവരുത്താൻ മാക് ഗാർഗന് സമ്മാനിച്ചതായിരിക്കുമോ? നമുക്കറിയാം, സ്പൈഡർമാൻ ഹോം കമ്മിങ്ങില് ഏഡ്രിയൻ ടൂംസ് അഥവാ വൾച്ചർ തന്റെ സ്യൂട്ട് നിർമ്മിച്ചത് ഏലിയൻ ടെക്നോളജി ഉപയോഗിച്ചാണെന്ന്. അതായത് ദി അവഞ്ചേഴ്സ് എന്ന മൂവിയിൽ അവഞ്ചേഴ്സും ചിറ്റോരി ഏലിയൻസും തമ്മിൽ നടന്ന ന്യൂയോർക്കിലെ ബാറ്റിലിന്റെ അവസാനം ന്യൂയോർക്ക് സിറ്റിയിൽ അവശേഷിച്ച ചിറ്റോരി ഏലിയൻസിന്റെ അവശിഷ്ടങ്ങളൊക്കെ ശേഖരിച്ചാണ് ഏഡ്രിയൻ ടൂംസ് തനിക്കായിട്ട് വൾച്ചറിന്റെ സ്യൂട്ടൊക്കെ നിർമ്മിച്ചത്. എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ നടന്ന അവഞ്ചേഴ്സും താനോസ് തമ്മിലുള്ള ബാറ്റിലിന്റെ അവസാനം അവിടെ അവശേഷിച്ച ചിറ്റോരി ഏലിയൻസിന്റെ അവശിഷ്ടങ്ങളൊക്കെ ശേഖരിച്ചാകാം മാക് ഗാർഗനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ സ്കോർപിയന്റെ ഈ ഹൈടെക് സ്യൂട്ട് നിർമ്മിച്ചിട്ടുണ്ടാവുക. സ്പൈഡർമാനും സ്കോർപിയനും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഇടയ്ക്ക് പീറ്റർ പാർക്കറിന്റെ കണ്ണുകൾ കറുത്ത കളറിൽ കാണപ്പെടുന്നുണ്ട്. ആ ഒരു ഷോട്ടിൽ തന്നെ പീറ്റർ പാർക്കർ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം സ്പൈഡർമാൻ സ്കോർപിയനെ എടുത്തിട്ടലക്കുന്നതും സ്കോർപിയൻ തനിക്കൊരു എതിരാളിയെ അല്ല എന്ന രീതിയിൽ സ്പൈഡർമാൻ സ്കോർപിയനെ ഒരു പോലീസ് കാറിന്റെ മുകളിലേക്ക് വലിച്ചെറിയുന്നതായിട്ടും നമുക്ക് കാണാം. ആക്ച്വലി പീറ്റർ പാർക്കറിന്റെ ബോഡിയിൽ സംഭവിക്കുന്ന DNA മ്യൂട്ടേഷൻ അവന്റെ മുന്നോട്ടുള്ള ഫ്യൂച്ചറിനെ എത്രമാത്രം ബാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ആ DNA മ്യൂട്ടേഷൻ കാരണം വളരെ പവർഫുൾ ആയ, ഒട്ടും കൺട്രോളിലല്ലാത്ത, റൂത്ത്ലെസ് ആയ, ഒട്ടും ഹോൾഡ് ബാക്ക് ചെയ്യാത്ത ഒരു സ്പൈഡർമാനെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ എന്റെ കൺട്രോളിലല്ല, ഇതെന്ത് തന്നെ ആയാലും എനിക്ക് അതിനെ മാറ്റിയെടുക്കണമെന്ന് സ്പൈഡർമാൻ പറയുന്നതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. I am totally out of control. I gotta fix whatever this is right now. ഒരുപക്ഷെ പീറ്റർ പാർക്കറിന്റെ ബോഡിയിൽ സംഭവിക്കുന്ന DNA മ്യൂട്ടേഷൻ തന്നെയാകാം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന മൂവിയുടെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഇവിടെ പീറ്റർ പാർക്കറിന്റെ കണ്ണുകൾ കറുത്ത കളറിൽ കാണപ്പെടുന്നത് ഒരുപക്ഷെ DNA മ്യൂട്ടേഷനുമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലോ, ഒരുപക്ഷെ മറ്റേതെങ്കിലും ക്യാരക്ടർ പീറ്റർ പാർക്കറിന്
പാർക്കറിനെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതാണെങ്കിലോ? സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ സാഡി സിങ്ക് ഉണ്ടല്ലോ. സാഡി സിങ്ക് ചെയ്യുന്ന ക്യാരക്ടർ ജീൻ ഗ്രേ ആണെന്ന് പറയപ്പെടുന്നുണ്ട്. ജീൻ ഗ്രേക്ക് ടെലിപ്പതി, ടെലികൈനസിസ് എന്ന പവേഴ്സ് ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അതായത് ജീൻ ഗ്രേക്ക് മൈൻഡ് റീഡ് ചെയ്യാനും മൈൻഡ് കൺട്രോൾ ചെയ്യാനും ഒക്കെ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ജീൻ ഗ്രേ ആയിരിക്കാം ഒരുപക്ഷെ ഇവിടെ സ്പൈഡർമാനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതേ ജീൻ ഗ്രേ കാരണമായിരിക്കാം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ ബ്രൂസ് ബാനർ വീണ്ടും ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത്. തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പീറ്റർ പാർക്കർ തന്റെ ഫ്രണ്ട്സായ നെഡിന്റെയും MJയുടെയും ടിക്ടോക്ക് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പീറ്റർ പാർക്കർ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. പേരൻസ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല, മെന്റർ ഇല്ല, ഫ്രണ്ട്സ് ഇല്ല. അവന്റെ സീക്രട്ട് ഐഡന്റിറ്റി ആയ സ്പൈഡർമാൻ എന്ന ഐഡന്റിറ്റിയെ ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഓൾറെഡി പീറ്റർ പാർക്കറിനെ ലോകത്തുള്ള എല്ലാവരും മറന്നിരിക്കുകയാണ്. പീറ്റർ പാർക്കർ ആരാണെന്നോ അവൻ എവിടെ നിന്നാണോ വന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഈവൻ നെഡിനോ MJയ്ക്കോ പോലും പീറ്റർ പാർക്കർ ആരാണെന്ന് അറിയത്തില്ല. സ്പൈഡർമാൻ നോവേ ഹോമിന്റെ അവസാനത്തോടെ നെഡും MJയും MITയിലെ ആദ്യത്തെ സെമസ്റ്ററിലേക്ക് പ്രവേശിക്കുന്നു എന്ന രീതിയിലാണ് കാണിച്ചത്. ഇപ്പോൾ ഈ ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നെഡും MJയും MITയിലെ അവസാന സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ എന്തായാലും ഒന്നുറപ്പിക്കാം, അതായത് സ്പൈഡർമാൻ നോവേ ഹോമിന് 4 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന്. ഈ 4 വർഷത്തിനിടയ്ക്ക് ഒരുപാട് വില്ലന്മാരോട് സ്പൈഡർമാൻ പോരാടിയിട്ടുണ്ടാകാം. ട്രാൻഡുല, ബൂമറാങ് എന്നീ വില്ലന്മാരോടൊക്കെ സ്പൈഡർമാൻ പോരാടുന്നത് ഈ 4 വർഷങ്ങൾക്കിടയിലുള്ള ഏതേലും സമയത്തായിരിക്കാം. തൊട്ടടുത്ത ഷോട്ടിൽ നമ്മൾ കാണുന്നത് വെബ് ഷൂട്ടേഴ്സ് വെച്ച് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പീറ്റർ പാർക്കർ തനിക്ക് ഓർഗാനിക് വെബ്സ് പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നതാണ്. അതെ, ടോബി മഗ്വയറിന്റെ സ്പൈഡർമാനിൽ നമ്മൾ കണ്ട ഓർഗാനിക് വെബ്സ് എന്ന കോൺസെപ്റ്റ് ഇവിടെ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനിലും മാർവൽ സ്റ്റുഡിയോസ് അപ്ലൈ ചെയ്യുകയാണ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലെ പീറ്റർ പാർക്കറിന്റെ DNA മ്യൂട്ടേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം. എല്ലാവരും ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക. തൊട്ടടുത്ത സീനിൽ പീറ്റർ പാർക്കർ തന്റെ DNA മ്യൂട്ടേഷനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ബ്രൂസ് ബാനറിന്റെ പക്കലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ബ്രൂസ് ബാനറിന്റെ വലത്തെ കൈയിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹം ഒരു ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ് ധരിച്ചിരിക്കുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഹൾക്കിനെ തിരികെ ഹ്യൂമൻ ഫോമിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഹൾക്ക് പുറത്തേക്ക് വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ്. ഈ ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസിന്റെ സഹായത്തോടെ ബ്രൂസ് ബാനർ ഹൾക്കിനെ കൺട്രോൾ ചെയ്യുന്നത് പോലെ പീറ്റർ പാർക്കറിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന DNA മ്യൂട്ടേഷനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന എന്തെങ്കിലും ബ്രൂസ് ബാനർ പീറ്റർ പാർക്കറിന് കണ്ടുപിടിച്ചു കൊടുക്കാതിരിക്കില്ല. ഇവിടെ പീറ്റർ പാർക്കർ ബ്രൂസ് ബാനറിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, Could you get rid of the bad aspects but keep the good? അതായത് തന്റെ DNA മ്യൂട്ടേഷനിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ നിലനിർത്തിയിട്ട് അതിലെ മോശമായ കാര്യങ്ങളൊക്കെ കളയാൻ സാധിക്കുമോ എന്ന്. ഒരുപക്ഷെ തന്റെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സ്ട്രെങ്തും ഓർഗാനിക് വെബിങ്ങും ഒക്കെ ആകാം DNA മ്യൂട്ടേഷനിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങളായിട്ട് പീറ്റർ പാർക്കർ പറയുന്നത്. കൺട്രോൾ ഇല്ലായ്മയും ഫോക്കസ് ഇല്ലായ്മയും ഒരു യഥാർത്ഥ സ്പൈഡറിനെ പോലെ താൻ മാറുന്നു എന്നതുമാകാം DNA മ്യൂട്ടേഷനിൽ സംഭവിക്കുന്ന മോശം കാര്യങ്ങളായിട്ട് പീറ്റർ പാർക്കർ പറയുന്നത്. അടുത്ത ഷോട്ടിൽ ബ്രൂസ് ബാനർ പീറ്റർ പാർക്കറിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, You're not one of my students, are you? ഈ ഒരു ഡയലോഗിൽ നിന്ന് തന്നെ പീറ്റർ പാർക്കർ ആരാണെന്നൊന്നും ബ്രൂസ് ബാനറിന് അറിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം ബ്രൂസ് ബാനറും ഹൾക്കും 2 വ്യക്തിത്വങ്ങളാണ്. പീറ്റർ പാർക്കറിന്റെ ഐഡന്റിറ്റി ലോകം മറക്കാനായിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്ത സമയത്ത് ബ്രൂസ് ബാനർ ഹൾക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ടില്ലായിരുന്നു. പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാനെ ബ്രൂസ് ബാനർ മറന്നാലും ഹൾക്ക് മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത ഷോട്ടിൽ നമ്മൾ കാണുന്നത് ട്രാമൽ ടിൽമാന്റെ ക്യാരക്ടറിനെയാണ്. റൂമേഴ്സ് പ്രകാരം നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ട്രാമൽ ടിൽമാൻ വേഷമിടുന്നത് വില്യം മെഡ്സർ എന്ന ക്യാരക്ടർ ആയിട്ടാണെന്നാണ്. മാർവൽ കോമിക്സിൽ ഒരു ആന്റി മ്യൂട്ടന്റ് ആക്ടിവിസ്റ്റ് ആണ് വില്യം മെഡ്സർ. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ DODC അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാമേജ് കൺട്രോളിന്റെ ഉയർന്ന പദവിയിലുള്ള ഏതോ ഒരു ഓഫീസറാണ് വില്യം മെഡ്സർ. ഇവിടെ ഒരു മ്യൂട്ടന്റ് ആയ ഹൂഡി ധരിച്ച ഒരു വില്ലനെ പിടികൂടാൻ DODC സ്പൈഡർമാന്റെ സഹായം തേടുകയാണെന്നാണ് ഈ സീൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. റൂമേഴ്സ് പ്രകാരം വില്യം മെഡ്സറും DODCയും വേട്ടയാടുന്നത് സാഡി സിങ്ക് വേഷമിടാൻ പോകുന്ന ജീൻ ഗ്രേ എന്ന മ്യൂട്ടന്റിനെ ആകാം. DODC തടവിലാക്കിയ ജീൻ ഗ്രേ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. മ്യൂട്ടൻസിനെ വെറുക്കുന്ന വില്യം മെഡ്സർ ജീൻ ഗ്രേയെ ഒരു വില്ലനായിട്ട് ചിത്രീകരിച്ച് അവളെ വീണ്ടും പിടികൂടാനായിട്ട് സ്പൈഡർമാനെ മാനിപ്പുലേറ്റ് ചെയ്ത് അവൾക്കെതിരെ അയക്കാൻ ശ്രമിക്കുന്നതാകാം ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു ഒമേഗ ലെവൽ മ്യൂട്ടന്റ് ആയ ജീൻ ഗ്രേക്ക് വളരെ ശക്തമായ ടെലിപാത്തിക്, ടെലികൈനറ്റിക് പവേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. മാത്രമല്ല തന്റെ പവേഴ്സ് ആയിട്ടുള്ള സൈക്കിക് എബിലിറ്റീസിന്റെ സഹായത്തോടെ ട്രെയിലറിൽ ഉടനീളം പലരെയും ജീൻ ഗ്രേ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്.
ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വില്യം മെറ്റ്സർ സ്പൈഡർമാനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. You're the only one who's immune to it. You're the only one who can sense it. അതായത് ജീൻ ഗ്രേയുടെ സൈക്കിക് പവേഴ്സിന് ഇമ്മ്യൂൺ ആയിട്ടുള്ള വ്യക്തി അത് സ്പൈഡർമാൻ മാത്രമാണെന്ന്. അവളുടെ സൈക്കിക് പവേഴ്സിനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നതും നിനക്ക് മാത്രമാണെന്ന്. സ്പൈഡർമാന് ആ കാര്യങ്ങളൊക്കെ സാധിക്കുമെന്ന് ഉറപ്പാണ്. കാരണം സ്പൈഡർമാന് സ്പൈഡർ സെൻസ് ഉണ്ട്. ആ സ്പൈഡർ സെൻസ് ജീൻ ഗ്രേയുടെ സൈക്കിക് പവേഴ്സിൽ നിന്ന് മുക്തി നേടാൻ സ്പൈഡർമാനെ സഹായിക്കും. ഒരുപക്ഷെ പൂർണ്ണമായിട്ടല്ലെങ്കിലും സ്വല്പ നേരത്തേക്ക് മാത്രം തന്റെ സൈക്കിക് പവേഴ്സിന്റെ സഹായത്തോടെ സ്പൈഡർമാനെ മൈൻഡ് കൺട്രോൾ ചെയ്യാനൊക്കെ ജീൻ ഗ്രേക്ക് സാധിച്ചേക്കാം. ജീൻ ഗ്രേയുടെ നേരെ നിന്നുള്ള ഒരൊറ്റ ഷോട്ട് മാത്രമേ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളൂ. ആ ക്യാരക്ടർ ഒരു ഹൂഡി ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ ക്യാരക്ടറിന്റെ ഫേസ് റിവീൽ ചെയ്തിട്ടുമില്ല. പക്ഷേ ഈ സീൻ കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടിയൊക്കെ നോക്കിയാൽ ആ ക്യാരക്ടർ ചെയ്യുന്നത് സേഡി സിംഗ് ആണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിന് ശേഷം ആ സാവേജ് ഹൾക്കിനെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലൂടെ നമ്മൾ കാണാൻ പോവുകയാണ്. ബ്രൂസ് ബാനറിനെ തേടിയെത്തുന്ന സ്പൈഡർമാൻ കാണുന്നത് ഹൾക്ക് ഇൻഹിബിറ്റർ ഡിവൈസ് കയ്യിലില്ലാത്ത ബ്രൂസ് ബാനറിനെയാണ്. അതെ, ജീൻ ഗ്രേ തന്നെയാണ് ബ്രൂസ് ബാനറിനെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അദ്ദേഹത്തെ സാവേജ് ഹൾക്കാക്കി മാറ്റുന്നത്. ഇവിടെ ഹൾക്കിന്റെ ഗ്രീൻ കളറൊക്കെ മാറിയിട്ട് ഗ്രേ കളറിലാണ് ഹൾക്കിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ജീൻ ഗ്രേക്ക് വലിയൊരു താങ്ക്സ് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് മിസ് ചെയ്ത ആ സാവേജ് ഹൾക്കിനെയാണ് ജീൻ ഗ്രേ നമുക്ക് തിരികെ നൽകുന്നത്. തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഹൾക്കിന്റെ പക്കൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്പൈഡർമാന്റെ നേരെ ഹൾക്ക് തണ്ടർ ക്ലാപ്പ് ചെയ്യുന്നതാണ്. MJക്ക് അപകടമുണ്ടാകുമെന്നറിഞ്ഞ സ്പൈഡർമാൻ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വെബ്സിംഗ് ചെയ്തു പോകുന്നുണ്ടല്ലോ. ഇവിടെ MJയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ MJ വളരെ കൂളായിട്ടാണ് സ്പൈഡർമാനോടൊപ്പം സഞ്ചരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സ്പൈഡർമാൻ നോവേ ഹോമിന്റെ അവസാനത്തോടെ ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്യുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരും മറന്നു പോകുന്നത് പീറ്റർ പാർക്കറിനെയാണ്, അല്ലാതെ സ്പൈഡർമാനെ അല്ല. സോ സ്പൈഡർമാനുമൊത്തുള്ള നിമിഷങ്ങൾ ചെലവഴിച്ചതൊക്കെ MJ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. MJയെ സുരക്ഷിതയാക്കാൻ വേണ്ടി സ്പൈഡർമാൻ അവളെ നേരെ കൊണ്ടുപോകുന്നത് ഫ്രാങ്ക് കാസിൽ അഥവാ ദ പണിഷറിന്റെ പക്കലേക്കാണ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ സ്പൈഡർമാനും ദ പണിഷറും തമ്മിലുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമുക്കറിയാം ഒരു ആന്റി ഹീറോ ടൈപ്പാണ് പണിഷർ. തെറ്റ് ചെയ്യുന്നവരെ പണിഷർ മുഖം നോക്കാതെ കൊന്നുകളയും. എന്നാൽ സ്പൈഡർമാൻ നേരെ ഓപ്പോസിറ്റ് ആണ്. സ്പൈഡർമാൻ ഒരു ഹീറോ ആണ്. സ്പൈഡർമാൻ ആരെയും കൊല്ലാറില്ല. ഒരുപക്ഷെ സ്പൈഡർമാനും ദ പണിഷറും ടീമപ്പ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യം പറഞ്ഞ് അവർ തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്നതൊക്കെയായിട്ട് കാണിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഈ സീനുകളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ആന്റിമയുടെ വോയിസ് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. സ്പൈഡർമാൻ നോവേ ഹോമില് ആന്റിമയ് മരണപ്പെട്ടു പോയല്ലോ. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ ഇതുപോലെ വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലാഷ് ബാക്ക് സീൻസിലൊക്കെ ആന്റിമയ് പ്രത്യക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഇതെല്ലാം ശരിക്കും ഭയപ്പെടുത്തുന്നതായിട്ട് തോന്നിയേക്കാം. എന്ത് തന്നെ ആയാലും നീ എത്ര ശക്തനായാലും നിന്റെ റെസ്പോൺസിബിലിറ്റി അത് നീ മറക്കരുത് എന്നൊക്കെയാണ് ആന്റിമയ് പറയുന്നത്. ഒരുപക്ഷെ ഒരുപാട് ഡൗൺ ആയിരിക്കുന്ന സമയത്താകാം പീറ്റർ പാർക്കർ ആന്റിമയ് നേരത്തെ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. തൊട്ടടുത്ത ഷോട്ടിൽ ഇന്നേ വരെ കാണാത്തത്ര തരത്തിൽ തന്റെ ഓർഗാനിക് വെബ്സിന്റെ സഹായത്തോടെ വെബ്സ് ഒരു ടൊർണാഡോ പോലെ ഷൂട്ട് ചെയ്ത് ഹാൻഡ് എന്ന ഓർഗനൈസേഷന്റെ നീഞ്ചാസിനെ ട്രാപ്പ് ചെയ്യുന്ന സ്പൈഡർമാനെയാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ സ്പൈഡർമാൻ മൂവീസിലെ തന്നെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ പോരാട്ടമായിരിക്കാം. അടുത്ത ഷോട്ടിൽ പീറ്റർ പാർക്കർ ആന്റിമയുടെ ശവകുടീരത്തിൽ ചെന്ന് ചുംബിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഏറ്റവും പുതിയ ട്രെയിലറിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ചെറിയ ചില ഡീറ്റെയിലുകൾ. ഒരുപക്ഷെ ഇനിയും ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഈ ട്രെയിലറിൽ ഉണ്ടാകാം. അതെല്ലാം മറ്റൊരു വീഡിയോയിൽ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, സ്പൈഡർമാൻ ഫാൻസിന് ഈ ഒരു മൂവി വമ്പൻ ട്രീറ്റ് തന്നെ ആയിരിക്കുമെന്ന്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. സോ ഗൈസ്, ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും പിന്നെ ട്രെയിലറിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാമാണ് മനസ്സിലായതെന്നും മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.